പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സനാതന സുവിശേഷത്തിൻ്റെ മുൻഭാഗങ്ങൾ, അതിൻ്റെ ആരംഭമായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ സുവിശേഷം എന്ന രീതിയിലും സനാതന സുവിശേഷം എന്ന രീതിയിലുമൊക്കെ ഞാൻ ക്ലാസ്സുകളിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ജനത്തോട് നിങ്ങളോട് സുവിശേഷം അറിയിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഊന്നി പറയുന്നത്. പ്രിയ സഹോദരനെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഉടൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് ഇട്ടിരുന്നു. അത് ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ട്, ധാരാളം അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വരണം, നല്ലതും അല്പം വിമർശനാത്മകമായിട്ടുള്ള കമൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അതിലെല്ലാം സന്തോഷമാണ്. എല്ലാം വിമർശനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പല ചോദ്യങ്ങളുടെയും ഉത്തരം മുൻ ക്ലാസ്സുകളിൽ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ചും ചിലർ ചോദിക്കുന്നത് എപ്പോഴാണ് റാപ്ചർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, പിന്നെ ഇങ്ങനെ ഈശോയുടെ വരനെ പറ്റി അറിയും എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ എല്ലാ ഉത്തരങ്ങൾ പുറയിൽ എൻ്റെ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വചനെടുത്ത് നോക്കിയാൽ മതി. ലൂക്ക 10:22 പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെ നിരവധി വചനങ്ങൾ കർത്താവ് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ 16:13 സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. അങ്ങനെ ഒത്തിരി വചനങ്ങൾ എങ്ങനെയാണ് ഇത് കർത്താവ് നമ്മളെ അറിയിക്കുന്നത് എന്നുള്ളത് അതിന് ഉത്തരമാണിത്. അപ്പോൾ വീണ്ടും എൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ ചില സംഭവങ്ങളെ ഈ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ തിരുവചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് തുടങ്ങാം. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 10-ാം തിരുവചനം. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. അവിടെയാണ് പ്രിയ സഹോദരൻ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊടുക്കുന്നത്. ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വചനം ഈശോയോട് ചോദിച്ച് എടുത്തത്. അഥവാ ഈശോ ആദ്യം ഞാൻ ചോദിച്ചു ഈശോ ഏത് വചനമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അല്പം കൺഫ്യൂഷനായി പോയെങ്കിലും പിന്നീട് കർത്താവ് പറഞ്ഞു തന്ന വചനമാണിത്. അത് പറയാണ്, നീ മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട. കാരണം എന്തെന്നാൽ അതിൻ്റെ കാരണം ഇതാണ്, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ കർത്താവ് വിശുദ്ധ ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിലെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിശുദ്ധ ഗ്രന്ഥമായ ഈ വെളിപാട് ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ പ്രവചിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന കാലഘട്ടങ്ങളിൽ, ഇന്ന സമയത്ത്, ഇന്ന ദിവസം, ഇന്ന പശ്ചാത്തലത്തിൽ, ഇന്ന യുഗാന്ത്യത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട. കർത്താവ് ഇത് 2000 വർഷം മുമ്പും ദാനിയേൽ പ്രവചനത്തിലുമൊക്കെ പറയുമ്പോൾ, 3500 വർഷം മുമ്പ് ദാനിയേലിനോട് പറയുമ്പോഴും നീ ഈ വചനങ്ങൾ അടച്ച് മുദ്രിതമായിട്ട് സൂക്ഷിക്കുക, അത് തുറക്കേണ്ട സമയത്ത് ഞാൻ നിന്നെ അറിയിക്കും, അല്ലെങ്കിൽ നിന്നെപ്പോലെ വിശുദ്ധിയുള്ള വരമുള്ള വിശുദ്ധിയുള്ള പ്രവാചകന്മാരെ പോലെ ഉയർത്തിക്കൊണ്ട് വരുന്ന ചില വ്യക്തികളെ ഞാൻ ഇത് അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രിതമായി സൂക്ഷിക്കാൻ പറഞ്ഞു. എന്നാൽ ഈ വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഇനി ഈ പ്രവചനത്തിലെ സംഭവങ്ങളെ മുദ്രിതമായിട്ട് സൂക്ഷിച്ച് വെക്കണ്ട, എല്ലാം പറഞ്ഞോളാണ് കർത്താവ് പറഞ്ഞു. അത് ചില വ്യക്തികളെ, അതിപ്പോൾ ഞാനാകണമെന്നില്ല, എന്നെപ്പോലെയോ അല്ലെങ്കിൽ ധാരാളം ഇന്നത്തെ വചനപോഷണ മേഖലയിൽ ഇന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് സംഭവിക്കുന്ന പറയാൻ ധാരാളം ആളുകളുണ്ട്. അതിൽ ഒരു വ്യക്തിയായിരിക്കാം ഞാൻ, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നിൽ കൂടെ ആയിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതിന് മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട, അത് പറഞ്ഞുകൊള്ളുക. എന്നിട്ട് പറയുകയാണ് കർത്താവാണ്, എന്താണ് എൻ്റെ കാരണം? അതിൻ്റെ ഒരു കാരണം പറയുകയാണ്, സമയം അടുത്തിരിക്കുന്നു. അവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത്. ഒരു കാലഘട്ടം എത്തപ്പെട്ടിരിക്കുന്നു, ഒരു പശ്ചാത്തലം ഭൂമിയിൽ ഒരുങ്ങിയിരിക്കുന്നു, ഒരു സാഹചര്യം ഭൂമിയിൽ വന്നു ചേർന്നിരിക്കുന്നു, ചില ഘടകങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നാൽ സമയം അടുത്തിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, കാലം അടുത്തിരിക്കുന്നു എന്നല്ല, വർഷങ്ങൾ അടുത്തിരിക്കുന്നു എന്നല്ല, യുഗം അടുത്തിരിക്കുന്നു എന്നല്ല, ചില പശ്ചാത്തലമായ ചില കാലഘട്ടങ്ങൾ, അതായത് ചില വേനൽക്കാലം അല്ലെങ്കിൽ മഴക്കാലം എന്നുള്ള അങ്ങനെയുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച്, സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നിർണായക സമയം, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നതിൻ്റെ നിർണായക സമയങ്ങൾ അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൂടെ കർത്താവ് പറയുകയാണ്, അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ. എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? ഈ കാലഘട്ടം അത്രയും
പ്രത്യേകിച്ചും 2000 വർഷമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൽ ഇത്രമാത്രം പ്രഘോഷിക്കപ്പെട്ടിട്ടും കത്തോലിക്ക സഭയിൽ 50-60 വർഷങ്ങൾക്ക് മുമ്പ് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സുവിശേഷം ലോകത്ത് പടർന്നു പന്തലിച്ചപ്പോഴും സുവിശേഷ വചനം ശ്രമിച്ച് ജനക്കൂട്ടികൾ വിശുദ്ധി പ്രാപിച്ച് ജ്ഞാനം പ്രാപിച്ച് വരങ്ങൾ പ്രാപിച്ച് സഭയിലും ലോകത്തിലും മുഴുവൻ സുവിശേഷം കൊണ്ട് ഓടി നടന്നപ്പോഴും കർത്താവ് വിചാരിച്ചത് എന്താണ്? ഈ സുവിശേഷം അനുസരിച്ച് നിത്യജീവന് യോഗ്യമാകുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചെടുക്കും ഈ ജനങ്ങൾ. എൻ്റെ പൊന്നുമക്കൾ, എൻ്റെ പൊന്നോമനകൾ നിത്യജീവനെ ആഗ്രഹിക്കും, കാക്ഷിക്കും, അതനുസരിച്ചൊരു ജീവിതത്തെ ക്രമീകരിക്കും, ചിട്ടപ്പെടുത്തുമെന്ന് വിചാരിച്ച സർവശക്തനായ ദൈവത്തിന് തെറ്റുപറ്റിയപ്പോൾ ഹൃദയം നൊന്ത്, ഹൃദയം വേദനിച്ച് കണ്ണുനീരൊഴുക്കി കർത്താവ് പറയുകയാണ്, ഇനിയും അനീതി ചെയ്തിരുന്നവർ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളട്ടെ, ഇനിയും അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ കഴിഞ്ഞു കൊള്ളട്ടെ. ആ പാപാവസ്ഥയിലായിരിക്കുന്നതിനും പാപത്തിൻ്റെ ചില കറകളുണ്ട്. അത് മുൻ ക്ലാസ്സിലൊക്കെ എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് കേട്ടറിയാം എന്തൊക്കെയാണ് തിന്മ, പാപം. ഇപ്പോൾ മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന ഏതെല്ലാം പക്ഷികൾ, ഏതെല്ലാം അവസ്ഥകൾ, മനുഷ്യൻ്റെ കണ്ണ്, കാതുകളൊക്കെ എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതാണ് പാപക്കറ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ അങ്ങനെ പാപത്തിൻ്റെ കറ പുരണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളട്ടെ. ഇനി അവനെ വിശുദ്ധീകരിക്കാൻ പോകണ്ട, അവനെ നന്നാക്കാൻ പോകണ്ട, അവന് സുവിശേഷം കൊടുക്കണ്ട, അവനെ കുമ്പസാരിപ്പിക്കണ്ട, അവന് ധ്യാനവും കൊടുക്കണ്ട. അവനെ അങ്ങനെ മുദ്രിതമായിട്ട് കർത്താവ് മുദ്ര ചെയ്യണം. നീ പാപക്കറ പുരണ്ടവനാണെങ്കിൽ നിന്റെ പാപക്കറ നിന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കട്ടെ. നീ അനീതി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ നീ അനീതി നിറഞ്ഞ് നീ അനീതിയുള്ളവനായിട്ട് തന്നെ ഇരുന്നു കൊള്ളട്ടെ. കർത്താവ് അവനെ മുദ്ര ചെയ്യാണ്, സീലിയാണ്. നീ അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ വിമോചിപ്പിക്കാൻ ഇനി ഒരു ദൂതനോ ഇനി ഒരു സഭയോ ഇനി ഒരു സുവിശേഷമോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് കർത്താവ് പറയണം. അതാണ് വചനത്തിനർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊള്ളട്ടെ, കഴിഞ്ഞോട്ടെ. നീതിമാൻ ഇനിയും നീതീകരിക്കപ്പെടട്ടെ, നീതി പ്രവർത്തിക്കട്ടെ എന്ന്. നീതി പ്രവർത്തിച്ചിരുന്നവർ ഇനിയും നീതി തന്നെ പ്രവർത്തിക്കട്ടെ, കുറച്ചുകൂടി പ്രവർത്തിക്കട്ടെ. കാരണം അവനെ കൊണ്ട് ഇനി ലോകത്ത് നന്മ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ല അവനെ കൊണ്ട് സുവിശേഷം ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവനെ കൊണ്ട് സനാതന സുവിശേഷത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഇനി പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പിനെ പറ്റിയുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീതിമാൻ ഇനി നീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഈ അണ്ണുവിട പുറകോട്ട് പോകരുത്, നീതിയിൽ കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ കയറണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാണട്ടെ, നീതിമാൻ ഇനി നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്താണ് അങ്ങനെ പറയുന്നതിന് കാരണം? അല്പം വിശുദ്ധി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അല്പസമയം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയും നന്മ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ധനസഹായം കൊടുക്കുകയും സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും അങ്ങനെ യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പദ്ധതികൾ കേട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റത്തിനെങ്കിലും തയ്യാറാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് കർത്താവാണ് നീതിമാൻ വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഈ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ വാർത്ത നമ്മൾ കാണുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്നൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് കൊടുക്കട്ടെ. അപ്പോൾ ഈ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു നിഗൂഢ രഹസ്യം ദൈവമായ കർത്താവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനം എടുത്തുകൊണ്ട് വരുന്നത്. അത് ആ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഈശോ പറഞ്ഞ ആ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു, അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്. ഈ പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്ന ഒരു വചനമുണ്ട്: ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാനൊരു കാര്യം പറയാം സഹോദരരെ. നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് 2ാമത് അധികാരത്തിൽ വന്നു. ആ 2ാമത് വന്ന് ഈ കാലഘട്ടം അത്രയും, അതായത് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നുള്ള കാലഘട്ടം വരെയും നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ വലിയ സമാധാനമുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി എന്ന ആ മഹാനായ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിഞ്ഞുകൊണ്ട്
നമ്മുടെ ഇന്ത്യയെ ലോകത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലേക്ക് നയിക്കുകയും ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും വികസനപരമായിട്ടും അതിൻ്റെ ഭരണഘടനാപരമായ കാര്യങ്ങളിലും രാജ്യത്തിൻ്റെ എല്ലാ നന്മയുടെയും പുരോഗതിക്കും വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിച്ചപ്പോൾ, ഇന്ത്യക്ക് യശസ് കിട്ടിയപ്പോൾ ഇന്ത്യയിൽ ഒരു സമാധാനമുണ്ടായിരുന്നു, ഒരു സന്തോഷമുണ്ടായിരുന്നു. ജനങ്ങൾ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്താണ് വന്നത്. അതുകൊണ്ടാണ് കർത്താവ് വെളിപാട് പറഞ്ഞത്, എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിന് അധികാരം നൽകപ്പെട്ടു. അവനൊരു ഖഡ്ഗം. എന്തായിരുന്നു ഖഡ്ഗം അഥവാ വാള്? ഇപ്പോൾ മനുഷ്യൻ്റെ കേരളത്തിലെ സമാധാനം എവിടെയെത്തി? വഖഫ് ബോർഡ് എന്ന പ്രശ്നത്തെ ചൊല്ലി 614 വീട്ടുകാരെ ഇറക്കിവിടുന്നതിനു വേണ്ടി, അത് വഖഫ് ബോർഡിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ സമാധാനം എങ്ങോട്ട് പോയി? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഞാൻ ആദ്യമേ വായിച്ച വചനം, വെളിപാട് 22:10 തിരുവചനത്തിൽ, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു സമയം നമ്മുടെ അടുത്തേക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ശരിക്കും എവിടെ ഇപ്പോൾ നഷ്ടമായി? കേരളത്തിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ആ സമാധാനം നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ജനങ്ങളുടെ, വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു. അപ്പോൾ കർത്താവ് പറയാണ്, ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് ഞാൻ അധികാരം കൊടുത്തു. അവന് വലിയ ഖഡ്ഗം എന്ന് പറയുന്ന വാള് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ അവൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് വേദന കിട്ടുന്നത് പോലെ ഇപ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദു സമൂഹത്തിൽ വാളുകൊണ്ട് വെട്ടുന്ന അവസ്ഥ പോലെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ്റെ സ്വസ്ഥത, സമാധാനം, ശാന്തമായി ജീവിച്ചിരുന്ന ജനസമൂഹത്തിൻ്റെ മേൽ ഒരു വലിയ വാളുകൊണ്ട് വെട്ടിയപ്പോൾ അവിടെ മുറിവേറ്റു, ചതവേറ്റു, ഒടിവ് പറ്റി, സമാധാനം നഷ്ടപ്പെട്ടു, ജനങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു. വലിയ പ്രശ്നമായി ജനങ്ങൾ തെരുവീതികളിലേക്ക് സമരപൂർവ്വമായിട്ട് ഇറങ്ങി വരുന്ന നമ്മൾ കാണുന്നു. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിലൂടെ നമുക്ക് ലഭിച്ചിരുന്ന സാമൂഹിക സന്തോഷം, സാമൂഹിക സുരക്ഷിതത്വം എന്നേക്കുമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പശ്ചാത്തലങ്ങൾ വളർന്നു വന്നപ്പോൾ കർത്താവായ ദൈവം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഈ വചനത്തിൽ എഴുതപ്പെട്ട പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, അത് ജനത്തെ അറിയിക്കുക. എന്തെന്നാൽ സമാധാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിനൊരു വേറൊരർത്ഥം കൂടിയുണ്ട്. ഒന്ന് സാമൂഹിക സുരക്ഷിതത്വം, ജനങ്ങളുടെ സന്തോഷകരമായ ജീവിതം. മറ്റൊന്നിന് ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ നിക്ഷിപ്തമായിരുന്ന സമാധാനമെന്ന യേശുക്രിസ്തു ഉയർത്തിയതിനു ശേഷം എല്ലാ പ്രത്യക്ഷപ്പെടലും പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്ന്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാനുണ്ട്, ക്രിസ്തു ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ ഞാൻ നിങ്ങളുടെ കൂടെ സമാധാനമായി. സമാധാനം എന്ന് പറയുന്നത് സമം ദാനമായി, എല്ലാവർക്കും തുല്യം സമമായിട്ട് വീതിച്ചു കൊടുത്തുണ്ട്. അത് സമാധാന, സന്തോഷം, ഐശ്വര്യം, പുരോഗതി, സമ്പത്ത്, വിശുദ്ധി, വിജ്ഞാനം, വിവേകം, പ്രത്യാശ, കരുണ, ദയ, എല്ലാ നന്മയും സമം പോലെ എല്ലാവർക്കും ദാനം ചെയ്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വലിയ സമാധാനം. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു വലിയ ഖഡ്ഗം വന്ന് വീണിരിക്കുന്നു, ഒരു വാള് വന്ന് വീണിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മുടെ മുനമ്പം പ്രദേശത്തും കണ്ണൂർ ജില്ലയിലെ തളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മളിത് കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ ഹൃദയം സമാധാനം നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെട്ട സമൂഹത്തിൽ പിന്നെ വരുന്നതാണ് അസമാധാനം. ആ അസമാധാനത്തിലാണ് യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വരും കാലഘട്ടങ്ങളിലെ യുദ്ധത്തിലേക്ക് വേണ്ടുന്ന വൈരാഗ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ വിത്തുകൾ സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ നട്ടുമുളപ്പിച്ച് അത് ഫലം ചൂടുമ്പോൾ പിന്നെ സംഭവിക്കുന്നതാണ് ആഗോള യുദ്ധം. പ്രിയപ്പെട്ടവർ, ഇവിടെ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ആഗോള യുദ്ധത്തിന് വേണ്ടുന്ന, മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ ചർച്ചകളും, എല്ലാ പദ്ധതികളും ഭൂമിയിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന ആണവ ബോംബുകൾ, അതിനു വേണ്ടുന്ന പട്ടാളക്കാർ, അതിനു വേണ്ടുന്ന ജനങ്ങൾ, അതിനു വേണ്ടുന്ന ആശയങ്ങൾ, അതിനു വേണ്ടുന്ന പദ്ധതികളെല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ
അവിടെ സംഭവിക്കുന്ന കർത്താവ് പറയുകയാണ്, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. ഈ പ്രവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ ഇനി മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട, നീ അത് ജനത്തെ അറിയിച്ചുകൊള്ളുക. എന്തെന്നാൽ സമാധാനം ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. യേശു എന്ന പരമസത്യം എടുത്തു മാറ്റപ്പെടും. മനുഷ്യന് ശാന്തമായ ജീവിതത്തിൻ്റെ ശൈലി മാറ്റപ്പെടും. അവിടെ വാളുകളും യുദ്ധങ്ങളും വന്നു ചേരും. അപ്പോൾ ഭൂമിയിൽ നിന്ന് സമാധാനം എന്നേക്കുമായിട്ട് മാറിപ്പോകും, ഇല്ലാതെയാവും. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം പ്രിയപ്പെട്ടവരെ? സൊദോം ഗോമോറ എന്ന ആ സംഭവത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു രഹസ്യവും കൂടെ നിങ്ങൾക്ക് വിളമ്പിത്തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. നമ്മുടെ സഭ നമുക്ക് ഏറ്റവും പ്രോത്സാഹനം തന്ന് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ അപ്പനാണ് അല്ലെങ്കിൽ അമ്മയാണ് കത്തോലിക്ക സഭ. എന്നാൽ നമ്മൾ ഇതിനകത്തൊരു നിഗൂഢ രഹസ്യം മനസ്സിലാക്കേണ്ടത്, ഈ നോഹയുടെ ദിനങ്ങളിൽ സഭയില്ലായിരുന്നു. അന്ന് പുരോഹിതരില്ല, അന്ന് യേശുക്രിസ്തുവില്ല, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവുണ്ട്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ ആ ത്രിത്വൈക ആത്മാവ് നോഹയോട് പറയുകയാണ്, നോഹയുടെ വിശുദ്ധിയുടെ തലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നോഹയുടെ ആത്മാവിൽ പ്രവേശിച്ച് പറയുകയാണ്, 7 ദിവസം കഴിയുമ്പോൾ ഞാൻ ലോകത്തെ നശിപ്പിക്കും. കാരണം ലോകത്ത് തിന്മ പെരുകിയിരിക്കുന്നു. അവിടെയും തിന്മയുടെ വാളുണ്ടായിരുന്നു. എവിടെ തിന്മയുടെ വാളുണ്ടോ, എവിടെ തിന്മയുടെ ഖഡ്ഗമുണ്ടോ, അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി സംഭവിക്കുമെന്ന് നോഹയോട് പറഞ്ഞു. അതുകൊണ്ട് നീ വേഗത്തിൽ പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു. നോഹ ഇടത്തോട്ടും നോക്കിയില്ല, വലത്തോട്ടും നോക്കിയില്ല, പെട്ടകമുണ്ടാക്കി പെട്ടെന്ന് അതിനകത്ത് പ്രവേശിച്ചു. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കുറച്ചുകൂടെ വന്നു കഴിയുമ്പം ലോത്തിൻ്റെ ദിവസങ്ങളിൽ സംഭവിച്ചെങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം, ഇനി 2033 യുഗാന്ത്യത്തിലേക്ക് മനുഷ്യപുത്രൻ വരുമ്പോൾ ലോത്തിൻ്റെ ദിനങ്ങളെ പോലെയാണ്. അപ്പോൾ അവിടെയും നമുക്കൊരു മനസ്സിലാക്കാം. നമുക്ക് പറയാം, സോദോം ഗോമോറ നശിപ്പിക്കേണ്ട കാലഘട്ടങ്ങളിൽ അവിടെയും സഭയില്ലായിരുന്നു, അവിടെ ക്രിസ്തുവില്ലായിരുന്നു. അവിടെ ലോത്ത് എന്ന വ്യക്തിയോട് ദൂതന്മാർ ചെന്ന് പറയുന്ന ഭാഗം ഇതാണ്, നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക, ഇവിടുത്തെ അനീതിക്കെതിരെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ ഉയരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ സംഭവം കേട്ടപ്പോൾ അവിടെ ക്രിസ്തു ഉണ്ടോ, സഭയുണ്ടോ, മെത്രാന്മാരുണ്ടോ, അച്ഛന്മാരുണ്ടോ, ഒന്നുമില്ല. വ്യക്തിപരമായ ഒരു ആത്മാവിൻ്റെ ദർശനം, വ്യക്തിപരമായ വിശുദ്ധിയുടെ തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവിക ദർശനത്തെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ, ദൈവത്തിൻ്റെ വരവിനെ, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വ്യക്തമായി കർത്താവ് പറയുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ യേശുക്രിസ്തുവിന് അറിയത്തില്ലേ, ഈ യേശുക്രിസ്തുവിന് വരുന്ന സമയത്ത് അപ്പോൾ അതിനകത്ത് നിഗൂഢ രഹസ്യം എന്താണ്? യേശുക്രിസ്തു വരാറാകുന്ന 33 കാലഘട്ടങ്ങളിൽ സഭയില്ല, മെത്രാന്മാരില്ല, അച്ഛന്മാരില്ല, കൂദാശകളില്ല, സുവിശേഷമില്ല, ദൈവവചനമില്ല, ആരാധനയില്ല, ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്നുള്ള ആ നിഗൂഢ രഹസ്യം കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിന്റെ ഹൃദയത്തിൽ പുനഃപരിശോധന ചെയ്യണം. വ്യക്തിപരമായിട്ട് ആവശ്യിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ രക്ഷിക്കാൻ പറ്റാത്തൊരു കത്തോലിക്ക സഭയുടെ ആവശ്യകത എന്ത്? ചിന്തിക്കണം. എന്നെ രക്ഷിക്കാൻ പറ്റാത്ത കൂദാശകൾ, ആ കൗദാശിക തലത്തിൻ്റെ വിലയും നിലയും ആവശ്യം എന്ത്? അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ഇതില്ല. യേശുക്രിസ്തു ഇത് എഴുതുമ്പോഴോ അന്ന് കൂദാശയോ സഭയോ സംഭവങ്ങളോ ഉണ്ടോ? മെത്രാന്മാരുണ്ടോ, അച്ഛന്മാരുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞത് സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൽ ഇല്ല. നമ്മൾ ആ പശ്ചാത്തലം പഠിക്കണം. അതുകൊണ്ടാണ് അതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന നിഗൂഢ രഹസ്യത്തെ ഞാൻ നിങ്ങളോട്, അതുകൊണ്ടാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, നീ ഈ പ്രവചനത്തിലെ രഹസ്യങ്ങൾ, ഈ വചനത്തിലെ പ്രവചനങ്ങളെ നീ മുദ്രിതമായിട്ട് സൂക്ഷിക്കേണ്ട. ഇനി ഇത് പറയാതെ നീ ഹൃദയത്തിൽ വെക്കേണ്ടത് പറഞ്ഞോളാൻ കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ പോലും കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഇന്നത്തെ സംവിധാനങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കാനല്ല കഴിയുന്നത്, അഥവാ നശിപ്പിക്കാനാണ് കഴിയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ 100 എണ്ണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പള്ളി കമ്മിറ്റിയിൽ കയറി ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മെത്രാന്മാരെയും നിങ്ങളുടെ അച്ഛന്മാരെയും വചനപോഷം വിളിച്ച് സംസാരിക്കണം, ഇങ്ങനെയുള്ള ക്ലാസ് കൊടുത്ത് ജനത്തെ ഒരുക്കണം, സഭയെ ഒരുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ആരൊക്കെ പോയി പറഞ്ഞു എനിക്ക് ഞാൻ കയറി എൻ്റെ കമ്മിറ്റി ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ വികാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, കമ്മിറ്റിയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഈശോയുടെ വരവിൻ്റെ കാലഘട്ടമായി, അതിനാൽ ഇത്തരം ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ജനത്തെ, സഭയെ, സമൂഹത്തെ ഒരുക്കണം. അതിന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ എൻ്റെ ഇടവ വികാരിച്ചും പറഞ്ഞു, ഞാനത് അടുത്ത ദിവസങ്ങളിൽ
ബിഷപ്പുമായിട്ട് സംസാരിച്ച ശേഷം ചേട്ടനെ അറിയിക്കാമോ? ഞാൻ ശരി അച്ഛാ, ഞാൻ പോകുന്നു പറഞ്ഞ് ഇപ്പോഴുണ്ട്. നിങ്ങളൊക്കെ പോയി പറഞ്ഞോ, ചോദിച്ചത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, അതിൻ്റെ വിവരം അറിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എന്നോട് കർത്താവ് പറയുകയാണ്, ഞാനൊരു നോഹയെപ്പോലെയോ ഞാനൊരു ലോത്തിനെ പോലെയോ കർത്താവിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർത്താവ് എന്നോട് പറയുകയാണ്, നീ ഇനി ഇത് മുദ്രിതമായിട്ട് സൂക്ഷിക്കുന്ന എന്നൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞു. കാരണം ഞാൻ വരുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവുകയില്ല, മനുഷ്യപുത്രൻ ലോത്തിൻ്റെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആകണം. അപ്പം ലോത്ത് എന്ന വ്യക്തിപരമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് വ്യക്തിപരമായി ദൈവത്തെ അറിഞ്ഞ് വ്യക്തിപരമായി കിട്ടിയ സന്ദേശത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ലോത്ത് ഒറ്റ അവിടെ നിൽക്കുമ്പോൾ വിശുദ്ധോടെ നിൽക്കുമ്പോൾ ദൂതന്മാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ദൂതന്മാർ? ഇപ്പം ഇന്ന് സമൂഹത്തിൽ നിങ്ങളുടെ ഈ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ഈ വചനം ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ആരാണ് ദൂതൻ? ആരാണ് നിങ്ങളോട് സംസാരിക്കുന്ന ദൂതൻ? നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടത്, നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ കുറച്ച് ബുദ്ധിയുടെ തലത്തിലും ആത്മീയ തലത്തിലും കുറച്ച് ജ്ഞാനത്തിൻ്റെ തലത്തിലും ചിന്തിച്ചാൽ ഇവിടുത്തെ കിട്ടുള്ള സാധാരണ ഇത് നമ്മളെല്ലാവരും പറയുന്നത്, എന്നോട് കമൻറ്റിൽ കൂടെ പറയുന്നതും ഫോൺ വിളിച്ച് പറയുന്നതും സഭ പഠിപ്പിക്കുന്നില്ല, സഭ അറിയുന്നില്ല, സഭയ്ക്ക് പോലും അറിയത്തില്ല, പിതാവിന് പുത്രന് പോലും അറിയത്തില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കിടന്ന് കുരയ്ക്കുന്നതെന്ന് ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്തതിൻ്റെ ആവശ്യം? എന്നോട് പറയാണ്, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ആ കർത്താവ് പറയാണ്, ഇതാ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസവും സന്തോഷവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയത്തില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതെന്താണെന്നറിയാമോ? ഇനി നമ്മുടെ സ്ഥലങ്ങൾ മാത്രമല്ല അവരുടേതാണെന്ന് സ്വന്തമെന്ന് പറയാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്ന കാലഘട്ടം അടുത്തു വരികയാണെന്ന് വിശകലനത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് പറയണം, എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു, ഭൂമിയിൽ നിന്ന് സമാധാനം യേശു ക്രിസ്തുവിന് എടുത്തു കളയും, സമാധാനം എന്ന സാമൂഹിക സന്തോഷം എടുത്തു കളയപ്പെടും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് പിന്നെ യുദ്ധമാണ്, വാളാണ് പുറകെ വരുന്നത്. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്, യുദ്ധം, വേദന, മുറിവെന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, അത് വരാൻ പോകുന്നു. അപ്പോൾ ഇതാ കാലം അടുത്തു വരുന്നു. എന്താണ് കാലത്ത്? 3-4 ലോകം ആയത്തോടുത്തു വരുന്നു. അതതിൻ്റെ പുനരാവസരത്ത് കൂടുതൽ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ സഭ പഠിപ്പിക്കാത്തപ്പോൾ, നമ്മുടെ സഭ നമ്മളെ ഒരുക്കാത്തപ്പോൾ, നമ്മുടെ സഭയിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു ആശ്രയബോധത്തോടെ നിൽക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈശോ തന്നെ പറഞ്ഞ വചനമാണ്, ഞാൻ പറഞ്ഞ വചനമല്ല. സഭയെ തള്ളിക്കളഞ്ഞ് സഭയെ ഉപേക്ഷിക്കണം എന്ന് ഞാൻ നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ ഈശോ പറഞ്ഞിരിക്കുകയാണ്, ലോത്തിൻ്റെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആവനം. അപ്പോൾ ലോത്തിൻ്റെ ദിനങ്ങളിൽ എന്തുണ്ടാവില്ല? മെത്രാന്മാരോ അച്ഛന്മാരോ കൂദാശയോ കുർബാനയോ വചനപ്പോഷണോ കുമ്പസാരോ ഒന്നും ഉണ്ടാവില്ല. ലോത്ത് എങ്ങനെ ദൂതന്മാരുടെ കാര്യങ്ങൾ കേട്ട് ശ്രമിച്ചൊരുങ്ങിയോ അതുപോലെ വ്യക്തിപരമായിട്ട് ഒരുങ്ങിക്കോണം. അല്ലാതെ ആ സമയത്ത് കയ്യെ പിടിച്ച് പൊന്തിച്ച് കയറ്റി വിടാനൊന്നും ആരുമുണ്ട്. യേശയപ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചതിയും കെണിയുമാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ കുഴിയിൽ നിന്ന് കയറുമ്പോൾ കെണിയിൽ പെടുമെന്നൊക്കെ യേശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ നോക്കി നിൽക്കുന്നത് ഇനി സമാധാനമല്ല. നമ്മുടെ വീടും പറമ്പും നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കരുതുന്നതൊന്നും ഈ ഭൂമിയിൽ നമുക്കുള്ളതല്ലെന്നും അതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് നിത്യജീവൻ്റെ ഉടമസ്ഥ അവകാശത്തെ സ്വർഗരാജ്യത്തിൻ്റെ ഉള്ളറകളിൽ പ്രവേശിക്കാൻ തക്കവിധമുള്ള വിശുദ്ധിയുടെ രൂപാന്തരീകരണം എന്നിൽ സംഭവിച്ച് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് എന്നിലെ പാപത്തിൻ്റെ കറയും തിന്മയുടെ ദുരാത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞാൻ എന്ന വ്യക്തി ക്രിസ്തുവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അവിടെ രൂപാന്തരപ്പെട്ട എൻ്റെ മനസ്സിൻ്റെ നവീകരണം വഴി ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ നിങ്ങളെ ഒരുക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. പറയപ്പെട്ടത് അതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് സത്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോത്തിൻ്റെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യത്വനാകണം. അന്ന് കത്തോലിക്ക സഭ നമ്മളെ ഒരുക്കും, കത്തോലിക്ക സഭയുടെ പുറകെ ഉണ്ടാവും, കത്തോലിക്ക സഭയുടെ കൂടെ ഉണ്ടാവും, നമ്മളെ കുമ്പസാരിപ്പിക്കും, കൂദാശ കൊണ്ട് ആശീർവദിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തു പറയുകയാണ്, ആ സമയത്ത് ലോത്തിൻ്റെ ദിനങ്ങൾ പോലെ ആയിരിക്കും. ലോത്തിൻ്റെ ദിനങ്ങളിൽ സഭയില്ലായിരുന്നു, ക്രിസ്തുവിലായിരുന്നു. ആലോചിക്കണം, ലോത്തിൻ്റെ കാലം നമ്മൾ ചിന്തിക്കണം, പഠിക്കേണ്ട കാര്യങ്ങളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ എന്നോട് പറയാണ്, നീ ഇനി ഇതൊന്നും ഉത്തരവായിട്ട് സൂക്ഷിച്ച് വെക്കണ്ട, നീ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കർത്താവിനെ അതിനടുത്ത് വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ എനിക്ക് കേൾക്കാൻ പറ്റും. നീ ഈ പ്രവചനത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോണ യേശു ക്രിസ്തുവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ് അത്യാസന്നമായി എന്നതിൻ്റെ തെളിവുകളാണ്. അത് നമ്മൾ വെറും ഒരു സാങ്കല്പിക രൂപത്തിൽ പറയുകയല്ല. അതിൻ്റെ പശ്ചാത്തലത്തെ ലോകത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നും നമ്മുടെ അടുത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർത്തകളും മറ്റു കാര്യങ്ങളും സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ വചനം പറയുന്നത്.
അല്ലാതെ ഒരു സാങ്കല്പിക രൂപത്തിൽ ആ യേശു എന്തെങ്കിലും വരാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയില്ല. അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഭൂമി ഒരുങ്ങി പ്രപഞ്ചം ഒരുങ്ങിക്കഴിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ഇനി ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകേണ്ട താമസമുള്ളൂ. അത് ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് സഭയൊരുക്കും, വൈദികരൊരുക്കും, സഭയിൽ കൂടെ നല്ല ക്ലാസ് വരും, സഭയിൽ കൂടെ നമ്മൾ നല്ല ആരാധനയ്ക്കായിട്ട് ഒരുക്കും. ഇനി നല്ല നാൾ ഇതെല്ലാം സഭ നമുക്ക് വേണ്ടി ഒരുക്കി ക്ലിയറാക്കി വെക്കും. ആരും ചിന്തിച്ചേക്കരുത്, നടക്കില്ല, സഭ ഒരുക്കില്ല, സഭയ്ക്ക് അതിന് നേരമില്ല, സഭയ്ക്ക് അത് താല്പര്യമില്ല. എന്നോട് പലരും ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞത് സഭ ചിന്തിക്കുന്നേയില്ല, സഭയ്ക്ക് ഇങ്ങനെയുള്ള ചില അച്ഛന്മാർക്ക് ഇത് കേൾക്കാൻ ഒരു താല്പര്യം എന്നാണ് പറഞ്ഞത്. ആരും അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, അതൊന്നും നടക്കുന്ന കാര്യമില്ല, യേശു വരുമ്പോൾ വരട്ടെ, വന്നിട്ട് അത് നിങ്ങൾ നോക്കണ്ട. അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പുനരവലോകനം ചെയ്യണം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞൊരു വചനമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ആ ക്രിസ്തുവിലായിരിക്കുന്ന ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിൽ എൻ്റെ മനസ്സിനെ, ആത്മാവിനെ കേന്ദ്രീകരിച്ച് എടുത്തു കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മീയ സ്വാതന്ത്ര്യമുണ്ട്, ഒരു ആത്മീയ സന്തോഷമുണ്ട്. ഞാൻ നിഗൂഢമായിട്ട് അനുഭവിക്കുന്ന നിഗൂഢമായ സ്നേഹത്തിൻ്റെ സുഖമുണ്ട്. ആ സുഖത്തിലേക്ക് നിൻ്റെ ആത്മാവ് രൂപാന്തരപ്പെട്ടാൽ നിനക്ക് പാപത്തിൻ്റെ കറയോ തിന്മയുടെ അസ്വസ്ഥയോ നിന്നെ തൊടില്ല. നിന്റെ കൺമുമ്പിൽ വരുന്ന പാപഹേതുക്കൾ, നിന്റെ കൺമുമ്പിൽ വരുന്ന തിന്മയുടെ വസ്തുവായിക്കോട്ടെ, തിന്മയുടെ ആശയമായിക്കോട്ടെ, അതിനെ എടുത്ത് കുപ്പത്തൊട്ടിയിലെറിയാൻ ചങ്കൂറ്റും ധൈര്യം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. അതുകൊണ്ട് പറയാം, ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചത് ഇങ്ങനെയോ അതുപോലെ തന്നെ ഒരു നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും. നോഹയുടെ ദിനങ്ങൾ അന്ന് യേശു ക്രിസ്തുവില്ല, അന്ന് സഭയില്ല, അന്ന് കൂദാശകളില്ല, അന്ന് ധ്യാനങ്ങളില്ല, പരിശുദ്ധാത്മാവില്ല, ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട്, ഇന്ന് കാണുന്ന ചില പരിശുദ്ധാത്മാവുകൾ അന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വിക ദൈവത്തിൻ്റെ അനന്തശക്തിയായ പരിശുദ്ധാത്മാവ് നോഹയോട് പറഞ്ഞു, ഇതാ 7 ദിവസമുള്ളൂ, വേഗം ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു. കേട്ടു, അപ്പോൾ തന്നെ ഒരുങ്ങി. ചിന്തിക്കാൻ നമ്മൾക്ക് സമയമായി. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും പറഞ്ഞത്, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധർ ഇനിയും വിശദീകരിക്കപ്പെടട്ടെ, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരിക്കുന്നവന് അധികാരം നൽകപ്പെട്ടു, അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. ഇപ്പോൾ നമ്മൾ കാണുന്ന സംഭവങ്ങൾ ഇതാണ്. അതുകൊണ്ട് മുദ്രയെല്ലാം പൊട്ടിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വചനങ്ങളെ ഗ്രഹിച്ച് നമുക്ക് യേശുക്രിസ്തുവിനോട് നിഗൂഢമായിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തി സ്നേഹിക്കണം. സഭ തരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ല, വ്യക്തിപരമായ ഒരു ക്രിസ്തുബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്കുള്ള ഏക മാർഗം വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകാതെ വരുന്ന ചില സത്യങ്ങളുണ്ട്. ഇനി ചിലരാൾ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരനെ വിളിച്ച് പറയുകയാണ്, വെളിപാട് ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിൽ നിന്ന് 1-ാം അധ്യായം മുതൽ അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതിന് ബ്രദറെ, വെളിപാട് ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ദിവസവും ക്ലാസ് ഇട്ടു, ആഴ്ചകൾ ക്ലാസ് ഇട്ടു, ഞങ്ങൾക്കിതെല്ലാം അറിയണം, ഈ വചനങ്ങളുടെ നിഗൂഢ രഹസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്കത് ഒരുങ്ങാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതിങ്ങെത്തി, പല കാര്യങ്ങളും കൊണ്ടെത്തി. ആഗോള യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭാഷണങ്ങളിൽ കൂടെയും അതിൻ്റെ യുദ്ധ ആൾക്കാരെ കൊണ്ടും യന്ത്രങ്ങൾ കൊണ്ടും അണുബോംബ് കൊണ്ടെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി ലോകത്ത് നടക്കുന്ന എല്ലാ അസമത്വങ്ങളും, അനീതിയും, അസ്വസ്ഥയും, അശുദ്ധിയും, മ്ലേച്ഛതയും അതതിൻ്റെ പരിപൂർണതയിലെത്തിയിരിക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം അതിൻ്റേതായ കുറവുകളിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ പോലും നമുക്ക് നമ്മുടെ രാഷ്ട്രങ്ങളിൽ, അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ് പോലെ രാജ്യങ്ങളിൽ, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ നമുക്ക് സമാധാനം, സന്തോഷം അനുഭവിക്കാൻ ഇത്രയൊക്കെ വിവിധ മതക്കാർ ഒരുമിച്ച് ജീവിക്കുമ്പോഴും നമുക്ക് ഇത്ര സമാധാനം, സന്തോഷത്തോടെ പോകാൻ ദൈവം തന്നെ അനുഗ്രഹമാണ്. അതിനുള്ളൊരു പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇന്ന് കേന്ദ്രത്തിലും ഒക്കെയുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഇത്രയൊക്കെ സന്തോഷത്തോടെ പോകുന്നത്. എന്നാൽ ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടയ്ക്ക് ചില ഖഡ്ഗങ്ങൾ വന്നു വീഴുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, അതെന്തിൻ്റെ സൂചനയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുങ്ങാനാണ്, എന്നെ ഒരുക്കാനായി ഇനി പുതിയൊരാൾ വരും, മോളെ ഇങ്ങനെ ചെയ്യുന്ന പറയുന്ന ഒരു സംവിധാനം ഇനി ലോകത്തുണ്ടാവുകയില്ല. അത് തീർന്നു. പിന്നെയും ഇങ്ങനെയുള്ള ചില വ്യക്തികളോ ചില ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഇതുപോലെ ഇതിന് തുല്യമായ മറ്റു ചില വ്യക്തികളുടെ ക്ലാസ്സുകളൊക്കെ, അതിനകത്തൊരു വിവിധ ക്ലാസ്സുകൾ, യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വിവിധ ക്ലാസ്സുകൾ കേട്ട്, നിങ്ങൾ എന്നെ മാത്രം കേൾക്കുന്ന ആഗ്രഹമെന്നില്ല ഞാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവിധ ക്ലാസ്സുകൾ കേൾക്കണം. അതിന് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ യേശു ക്രിസ്തു എന്ന യാഥാർത്ഥ്യം, കാരണം ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം അങ്ങോട്ട് കടന്നു പോവുകയാണ്.
അതെല്ലാം ആണവ ബോംബിൽ കൂടെ കത്തിച്ചാമ്പലായി കഴിയുന്ന ആ സാഹചര്യം അടുത്തെത്തി, വലിയ കാലഘട്ടമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ ദൈവം, ഇതൊക്കെ എന്നോ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് യാഥാർത്ഥ്യമായി സത്യമായി വന്നല്ലോ, എന്നാലേ യേശുവിൽ നിന്ന് വിളിച്ചേക്കാൻ വിചാരിച്ച് വിളി കേൾക്കുന്നവനല്ല കർത്താവ്. പിന്നെ വിധിയാളനായിട്ട് വരുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ വിളിക്ക് പ്രസക്തിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വചനം ഞാൻ വീണ്ടും ഇനി ആവർത്തിക്കുന്നില്ല. നമുക്ക് ഒരുങ്ങാൻ സമയമായിപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ലോത്ത്, നോഹ. അന്ന് സഭയില്ല, മെത്രാന്മാരില്ല, കൂദാശകളില്ല. ഈ രണ്ട് പശ്ചാത്തലങ്ങളിലും, നോഹയുടെ കാലങ്ങളിലും ലോത്തിൻ്റെ കാലങ്ങളിലുമില്ല. അതേപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മളെ ഒരുക്കുവാൻ, നിത്യജീവനിലേക്ക് കൈപിടിച്ചിങ്ങനെ കൊണ്ടുപോയി ഇതാ മോനെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറ്റിവിടാൻ ആ സമയത്ത് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും മെയിൻ ചിന്തി മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ആരാണ് കൊണ്ടുപോകുന്നത്? ആരെ കൊണ്ട് സാധിക്കും ഇത്? അതാണ് ചില വ്യക്തികൾ കൂടിയോ അല്ലെങ്കിൽ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ കൂടിയോ നമ്മുടെ ആത്മാവിൽ രൂപാന്തരണം സംഭവിച്ച് വിശുദ്ധിയിലായിരിക്കുക, ഒരുങ്ങുക. അത് തന്നെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ ഒരുക്കട്ടെ. നമുക്ക് ചുറ്റും പാളയമടിച്ച് നിൽക്കട്ടെ. തിരുരക്തൻ്റെ സംരക്ഷണക്കോട്ട യേശു ക്രിസ്തുവിൻ്റെ തിരുവചനവും തിരുരക്തവും പരിശുദ്ധാത്മാവും ഉള്ളെടുത്ത് ഈ ഭൂമിയിൽ ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ഈ അണുബോംബിനേക്കാൾ ശക്തമാണ്, സൂര്യനേക്കാൾ തേജസ്, ഭൂമിയേക്കാൾ ഭാരമുള്ളത്, ഭൂമിയേക്കാൾ വിശാലം, ആകാശത്തേക്കാൾ വിശാലം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ യേശു ക്രിസ്തു നമുക്ക് സ്വന്തമാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല, നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഹൃദയസമാധാനവും ആവശ്യമുള്ള സംരക്ഷണവും കർത്താവിന്. പക്ഷേ ഒറ്റ കാര്യമേ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ, പാപക്കറയോ തിന്മയോ നമ്മളുണ്ടാകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനിയും അനീതി ചെയ്തിരുന്നവൻ അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളട്ടെ. മുദ്രിതമായിട്ട് ചിലരെ കർത്താവ് വെക്കുന്നുണ്ട്. ശപിക്കപ്പെട്ടവനായിട്ട് കർത്താവ് കണ്ട് ചില, നീ അങ്ങനെ അവിടെ ഇരുന്നു, നിൻ്റെ പാപത്തെ ഇനിയോ നിൻ്റെ തിന്മയിനി മാറ്റണ്ട, നീ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് മുദ്ര വെച്ച് വിടുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ളവർക്ക് എന്താണ് അതിൻ്റെ സംഭവം എന്ന് കർത്താവ് തന്നെ പ്രവർത്തിച്ചോളും. എന്നാൽ നമ്മൾ പറയും, നീതിമാൻ ഇനി നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനി വിശദീകരിക്കപ്പെടട്ടെ. ആ സംഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടണം. അതിനാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ സംരക്ഷിക്കട്ടെ. ആമേൻ.